അള്ളാഹിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുക. നമ്മെക്കുറിച്ച് എല്ലാ സമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എത്രത്തോളം നാം ആ കാര്യത്തിൽ ജീവിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുടെ ജീവിതത്തിന് അള്ളാഹിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതത്തിന് അള്ളാഹിനെല്ലാം സഹായിക്കുന്നതാണ്. സൂറത്തുൽ ബഖറയിലെ ഏതാണ്ട് ആദ്യ ഭാഗത്ത് വരുന്ന ഒരു ആയത്ത് ശ്രദ്ധപ്പെടുത്താം. وَوَيْلٌ لِلَّذِينَ يَكْتُبُونَ الْكِتَابَ بِأَيْدِيهِمْ ثُمَّ يَقُولُونَ هَذَا مِنْ عِندِ اللَّهِ لِيَشْتَرُوا بِهِ ثَمَنًا قَلِيلًا وَوَيْلٌ لَهُم مِّمَّا كَتَبَتْ أَيْدِيهِمْ وَوَيْلٌ لَهُم مِّمَّا يَكْسِبُونَ. വൈലും നശിക്കട്ടെ, നാശമുണ്ടാവട്ടെ. വിദ്യതീനി യുക്തൂനൽ കിതാബ, ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുകയും തുമ്മയൊക്കൂലൂന ഹാദാമിനില്ല, ഇത് പടച്ചവൻ്റേതാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് ശാപമുണ്ടാവട്ടെ, നാശമുണ്ടാവട്ടെ. ലിയസ്തറൂബിഹി സമനം കലീല, തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ കൈകൾ കൊണ്ട് അവർ എഴുതി ഉണ്ടാക്കിയത് നശിക്കട്ടെ. അവർ സമ്പാദിച്ചതൊക്കെയും നശിക്കട്ടെ. ഈ ആയത്ത് ഇസ്രായേൽ സന്തതികളെക്കുറിച്ചുള്ള ഖുർആന്റെ സംസാരത്തിനിടയിൽ യഹൂദികളെക്കുറിച്ചുള്ള പരാമർശത്തിനിടയിൽ വന്ന ഒരായത്താണ്. ആ സമുദായത്തിലുണ്ടായിരുന്ന പോരായ്മകൾ ഓരോന്നായി പറഞ്ഞു തന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മളിൽ അതൊന്നും ഉണ്ടാവരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അതിലവരിലുണ്ടായ ഒരു തെറ്റ്, ഒരു പോരായ്മ ചൂണ്ടിക്കാണിക്കുകയാണ് അള്ളാഹു. അവരിലെ പണ്ഡിതന്മാരായ ആളുകൾ വേദത്തിൻ്റെ ലേബിളിൽ, വേദഗ്രന്ഥത്തിൻ്റെ മറവിൽ തന്നിഷ്ടങ്ങളായി പലതും എഴുതിയുണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. നാട്ടുകാരത് സ്വീകരിച്ചു, വാങ്ങിച്ചു. അത് ദൈവത്തിൻ്റേതാണ്, പടച്ചവൻ്റെ നിർദ്ദേശങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ എഴുതിയുണ്ടാക്കി വിൽപ്പന നടത്തിയ പണ്ഡിതന്മാർക്ക് കിട്ടിയതെന്താ? ഭൗതികമായ അല്പം ലാഭം, കുറച്ച് പണം, ഭൗതികമായ സുഖം. ആ എഴുതിയുണ്ടാക്കിയവയൊക്കെയും നശിക്കണം, ആ സമ്പാദ്യങ്ങളും നശിക്കപ്പെടേണ്ടതാണ്, നിലനിൽക്കേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിക്കുകയും ചെയ്തു. ആശയം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. വേദക്കാരിൽ പണ്ട് കാലത്ത് അവരിലെ പണ്ഡിതന്മാർ ചെയ്തിരുന്ന ഒരു തെറ്റ്, പണ്ഡിതന്മാരായ ആളുകളെപ്പറ്റി എക്കാലത്തും സമൂഹത്തിലെ ആളുകൾക്ക് വലിയ വിശ്വാസം ഉണ്ടാവുക. അവർ മനഃപൂർവ്വം കള്ളം പറയില്ല, ചതിക്കില്ല, പ്രത്യേകിച്ച് അള്ളാഹിനെക്കുറിച്ച് പറയുന്ന വിഷയങ്ങളിൽ എന്നാണ് പൊതുധാരണ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ തന്നിഷ്ടപ്രകാരം പലതും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയും ജനങ്ങളെ കൊണ്ടത് സ്വീകരിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ കൊണ്ട് ജീവിക്കുകയും ചെയ്തു എന്ന ഒരു അനുഭവം അവരിൽ ഉണ്ടായതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഞാനിന്നത് പറയാൻ കാരണം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കാണപ്പെടുന്ന ഒരവസ്ഥ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. അത് ഹിദായത്താണ്, മാർഗദർശകമാണ്. ഇവിടെ അമ്പരക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ സത്യത്തിൻ്റെ കൈത്തിരി അത് മാത്രമേ ഉള്ളൂ. ജൂതമതം അതെന്തോ ആയി മാറി. ക്രൈസ്തവ മതവും ഈസാ നബി അലൈഹി ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഹൈന്ദവതക്കൊരു മതമായി നിലനിൽക്കാനും നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടും അതിൻ്റെ കൂടെ ഇല്ല. ഒന്നുമില്ല ഇവിടെ ഈ മനുഷ്യൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ. ആകെ ബാക്കിയുള്ളത് ദീനാണ്, ഇസ്ലാം മാത്രമാണ്. അതിന് വെളിച്ചമായിട്ടോ ഖുർആൻ. അപ്പോൾ ഖുർആനെ ആ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടതും ആളുകൾക്ക് മുന്നിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടതും. അവിടുന്ന് മാറിയിട്ട് ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനും പാറ്റൻ്റെ ശല്യം ഒഴിവാക്കാനും സ്ത്രീകളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമ്മുടെ വയറുവേദനയും തലവേദനയൊക്കെ പരിഹരിക്കാനൊക്കെ ഉള്ള സാധനമാണ് ഈ ഖുർആനും ഖുർആൻ്റെ ആയത്തും എന്ന് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അത് സ്ഥിരമായി അത് കേൾക്കുകയോ കാണുകയോ വായിക്കേണ്ടി വരികയോ ചെയ്യുന്ന ആളുകളിൽ ഇസ്ലാമിനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും ഉണ്ടാകുന്ന മതിപ്പെന്താവും? എന്താണ് ഈ ഹാല്? ഇത് ചെയ്യുന്ന ആളുകൾക്ക് അതുകൊണ്ട് മതപരമായ അടിസ്ഥാനമില്ലത് വിഷയം. പക്ഷെ ഇവർക്കതുകൊണ്ട് കിട്ടാനുള്ളത് എന്താ? താൽക്കാലികമായ എന്തെങ്കിലും ജീവിത സുഖങ്ങൾ മാത്രം. വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് കൂട്ടി വായിച്ചു നോക്കൂ. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. വേദമാണെന്ന് പറഞ്ഞ് ജൂതന്മാരും ഒന്നും എഴുതിയില്ല. അവർ പുതിയ തൗറാത്തൊന്നും ഉണ്ടാക്കിയില്ല. തൗറാത്തിൽ നിന്ന് കിട്ടിയതാണ്, മനസ്സിലാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും എഴുതി പ്രചരിപ്പിച്ചു. അതുതന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പുതിയ ഖുർആനൊന്നും ആരും ഇറക്കിയില്ല.
പക്ഷെ ഖുർആൻ ഇതിനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ ഗൗരവം ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്തൊരു ദുഃഖകരമായ അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടേണ്ടതായ ഒരു അവസ്ഥയിലാണ് സമൂഹം പോകുന്നുള്ളത്. ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുമ്പോൾ യാദൃശ്ചിക എന്ന് രാവിലെ മലയാളത്തിലൊരു ചാനൽ യാദൃശ്ചിക നോക്കിപ്പോയതാണ്. അപ്പം അതിലൊരു കക്ഷി ഈ വിഷയം അവതരിപ്പിക്കുന്ന ഒരു കക്ഷിയുടെ പരിപാടി കാണാൻ ഇടയായി. അയാൾ പറഞ്ഞു, എനിക്കൊരു കത്ത് കിട്ടി, അതാണ് ആ സന്ദർഭം, അതാണ് കത്ത് കിട്ടി. അതിൽ പറയുന്ന മറുപടി ഇതാണ്: നിങ്ങൾ പറയുന്ന ആയത്തോതിന് ശേഷം വീട്ടിലെ ഉറുമ്പിൻ്റെ ശല്യം ഒഴിവായിരിക്കുന്നു എന്നു. അപ്പോൾ ഖുർആൻ ആയത്ത് ഉറുമ്പിനെ മാറ്റാനുള്ളതാണ്. ഇതാണ് നിലവാരം. ബാക്കി കേൾക്കാൻ ഞാൻ നിന്നിട്ടില്ല, കേട്ട കുറേ അനുഭവം എൻ്റെ അടുത്തുണ്ട്. ഇവിടം കൊണ്ട് ഞാനിന്ന് തുടങ്ങാൻ കാരണം, നാം കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ ചികിത്സയെ സംബന്ധിച്ചും അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും പറഞ്ഞു വന്നപ്പോൾ മന്ത്രങ്ങൾ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ അവസ്ഥ എന്താണ്, ദീനിൽ അതിൻ്റെ സ്ഥാനം എന്താണ്, നമ്മളതിലെന്താണ് ചെയ്യേണ്ടത്, ചെയ്തുകൂടാത്തതിനെപ്പറ്റി ഒരു വെളിച്ചം നൽകണം, ഒരു വിശദീകരണം നൽകണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. എന്നോട് ആരോഗ്യത്തിൻ്റെ ബന്ധപ്പെട്ട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ എന്തേത് പറയാതെ പോയത്. ആ ഭാഗത്തേക്ക് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അവിടെ എനിക്ക് ആദ്യം നിങ്ങളോട് ഉണർത്താനുള്ളൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ച മക്ക എന്ന് പറയുന്ന പ്രദേശത്തും മദീന എന്ന് പറയുന്ന പ്രദേശത്തും കുറേ ആളുകൾ തലമുറകളായി ജീവിച്ചു വരുന്നുണ്ട്. ആ ആളുകളിൽ കുറേ വിശ്വാസങ്ങളും കുറേ ശീലങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. അതിൽ മോശമായത് ഉപേക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവരിലുള്ള നല്ലത് നിലനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവരിലില്ലാത്ത പലതും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഉദാഹരണം ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, മക്കക്കാർക്ക് നേരത്തെ അറിയാം. അതിൽ വേണ്ടാത്തരങ്ങളൊക്കെ ഒഴിവാക്കി വേണ്ടതൊക്കെ ചേർത്ത് പഠിപ്പിച്ചു കൊടുത്തു. അതിഥികളെ ആദരിക്കുക, അത് അറബികളുടെ ഒരു പഴയ സ്വഭാവമാണ്. 3 ദിവസത്തേക്ക് നിങ്ങൾ എന്തിനാ വന്നതെന്ന് പോലും ചോദിക്കില്ല. അതൊക്കെ ഇസ്ലാം അംഗീകരിച്ചു കൊടുത്തു. എന്നാൽ കള്ളുകുടി, വ്യഭിചാരം തുടങ്ങിയ അവിടങ്ങളിൽ നിരാക്ഷേപം നടന്നിരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്തു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മന്ത്രങ്ങളെ വിഷയത്തെപ്പറ്റി പഠിക്കുമ്പോഴും നാം ആദ്യം പഠിക്കേണ്ടത് ഇതാണ്: അത് പുതുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിൽ വരുത്തിയതോ നിരോധിച്ചതോ ആയ ഒരു കാര്യമല്ല. അറബികൾക്ക് നേരത്തെ അറിയാം. ജാഹിലിയ കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്നൊരു സമ്പ്രദായമാണ്. എന്നിട്ട് എന്താണ് ഇസ്ലാം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തോട് കാണിച്ച രീതി? മന്ത്രങ്ങൾ. ആദ്യം നാം കാണുന്ന ഒരു അത്ഭുതം, ഈ മന്ത്രങ്ങളെ മുഴുവൻ വിരോധിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്നാണ്. ഇസ്ലാമിലെ അടിസ്ഥാന ഭാവവും അവയോട് വിരോധിക്കപ്പെട്ടവയാണ് എന്നതാണ്. എൻ്റെ ക്ലാസ് പാതി കേട്ട് പോയിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുകയും പറയുകയും വിശ്വസിക്കുകയും ചെയ്യരുത്. അതിൻ്റെ അടിസ്ഥാന വശം എവിടെയെന്ന് ചോദിച്ചാൽ ഹദീസുകൾ കേൾക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70 അൽഫ മിൻ ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. എൻ്റെ ഉമ്മത്തിലെ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. 70,000 എന്നത് കണക്ക് പറഞ്ഞതാവാം, അധികം എന്ന അർത്ഥത്തിനാവാം. രണ്ടിനും പ്രയോഗിക്കാറുണ്ട് അറബി ഭാഷയിൽ. 70,000 എന്നത് ഉമ്മത്തിലെടുത്താൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരു വിചാരണയും കൂടാതെ അവർ പോകുമെന്ന് പറഞ്ഞു. വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പോകും. ആരാണ് അവർ? അല്ലദീന, അവർ ലാ യക്തവൂൻ വലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ ചൂട് വെക്കുക എന്ന ചികിത്സ ചെയ്യുകയില്ല, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല, അവർ ശകുനം നോക്കുകയില്ല, അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും. 3 കാര്യങ്ങൾ ഒഴിവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിക്കാൻ ആരോടും ആവശ്യപ്പെടുക, എനിക്കൊന്ന് മന്ത്രിച്ചു തരണമെന്ന് ആരോടും ആവശ്യപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ. ഈ മുറിവുകൾക്ക് കേടുവന്നുകയും മറ്റൊക്കെ ചെയ്താൽ ആ വന്ന ഭാഗം മരുന്നുകൊണ്ട് മാറുന്നില്ലെങ്കിൽ ഇരുമ്പിൻ്റെയും മറ്റും ഭാഗങ്ങൾ ചൂട് പിടിപ്പിച്ചിട്ട്